ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ അവളുടെ മകന് കല്യാണാലോചന നടക്കുകയാണ്. പക്ഷെ പെണ്ണിനെ കിട്ടാനില്ല. അവൾ പറയും, ഇപ്പോൾ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാനൊന്നും ഇഷ്ടമല്ല മേഴ്സിയെ എന്ന് പറയുന്നതിനോട്. എങ്ങനെ ഇഷ്ടപ്പെടും? എല്ലാവരുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നു, ആൺകുട്ടികളെ. പെൺകുട്ടികൾ ജനിച്ചാൽ തന്നെ ഒരു വിഷമമാണ് എല്ലാവർക്കും. കുടുംബക്കാർ അപ്പനമ്മയ്ക്ക് അങ്ങനെ തോന്നില്ല, അവരുടെ മുത്തല്ലേ, അതുകൊണ്ട് അത്ര തോന്നില്ല. കൂടി നിൽക്കുന്നവർക്കൊക്കെ ഒരു പ്രയാസമാണ്. ആ പെൺകുട്ടിയെ രണ്ടാമത്തതും പെൺകുട്ടിയെ ചോദിക്കും. കാരണം ഇത് കുറെ മുതൽ കൊടുത്ത് കയറ്റിവിടാനുള്ളതാണേ, ഒരു വിൽപ്പന ചരക്കാണല്ലോ പെണ്ണ്. അപ്പൊ അതിനെ കയറ്റി അങ്ങനെ വിടും. ഈ ആൾക്ക് ഈ പെൺകുട്ടിക്കാണെങ്കിൽ സ്വന്തം വീടുമില്ല, കെട്ടിച്ച വീടുമില്ല. അവിടെ ചെന്നാലും പറയും, അതെ നിന്റെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നില്ല, നിന്റെ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നില്ല, നീ അത് നിന്റെ വീട്ടുകാരത് ചെയ്തു, നിന്റെ വീട്ടുകാർ ഇത് ചെയ്തു എന്നുള്ള ചോദ്യം. അപ്പോഴും അവളുടെ വീട് ഇവിടെയാണ്. ഇവിടെയാണെങ്കിലും ഇത് അവളുടെ വീടല്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ട്, ഇവിടെ സഹോദരന്മാരുണ്ട്. അപ്പൊ അവൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അത് അവളുടെ വീടായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ട്? അവള് ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു തൊഴുത്തിൽ കെട്ടിയൊക്കെയാണ്. പക്ഷെ അവർക്കും വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സ്ത്രീക്ക് പലപ്പോഴും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ തീരുമാനമെടുത്ത് വെക്കുക, ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ക്ഷാമമാണ് ഇപ്പൊ. ചെറുക്കന്മാരൊക്കെ പെട്ടിയെടുക്കുക. അവരൊന്നും ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാ. അവരെന്നല്ല അവരുടെ മാതാപിതാക്കൾ. ആൺകുട്ടിയെ ജനിച്ചപ്പോൾ തന്നെ സ്ത്രീധനം കിട്ടാനുള്ള കണക്കുകളായിരുന്നു എല്ലാവരുടെ മനസ്സിൽ. ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പറയണത്, 3 ആൺകുട്ടികളാ, പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും കൊടുക്കാണ്ട, ഒക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ. അതായത് എല്ലാം ഞങ്ങൾക്ക് തികഞ്ഞു. പെൺകുട്ടികളാണെങ്കിൽ പിന്നെ കഷ്ടമാണ്, കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിൽപ്പന സമ്പ്രദായം നിർത്തിയാൽ തന്നെ എല്ലാവരും ഹാപ്പിയാവും. ഇതാരും വിൽപ്പനയ്ക്ക് ചരക്കൊന്നല്ലത്. നമ്മള് കുട്ടികൾ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായി ഈ 2 പേരുണ്ടെങ്കിലാണ് കുടുംബം ഉണ്ടാവുന്നത്, അതിൽ കുട്ടികൾ ഉണ്ടാവുന്നത്. ഈ കുട്ടികൾ ഉണ്ടാവുന്നതിലും എത്ര കഷ്ടപ്പാടാണ് ആ ഒരമ്മ സഹിക്കുന്നത്, ആ കുടുംബം പുലർത്തി കൊണ്ടുവരാനും അതുപോലെ ആ കുടുംബം നിലനിർത്താനും വേണ്ടിയിട്ട്. അമ്മയുടെ അത്ര നിസ്വാർത്ഥമായിട്ട് ആരാണ് ചെയ്യാൻ? അപ്പൊ അങ്ങനെ ഒരു കുടുംബിനെ കിട്ടുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് മാത്രം പോരാ, പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇത് എൻ്റെ വീടാണ്, നിന്റെ വീട് അവിടെയാണ്. നിന്റെ വീട് എന്ന് അവിടെയാന്ന് എപ്പോഴും പറയും ഇവര്. നമ്മുടെ സ്വന്തം വീട്ടുകാർ പറയും നിന്റെ വീട് അവിടെയാണ്. അപ്പൊ ഈ കുട്ടിക്ക് എവിടെയാണ് വീട്? അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അവൾക്ക് സ്വന്തമായൊരു വീടില്ല വാസ്തവത്തില്. അവിടെ ചെല്ലുമ്പോൾ അത് ഹസ്ബൻഡിന്റെ വീടാണ്, ഇവിടെ വരുമ്പോൾ ഇത് ആങ്ങളമാരുടെ വീടാണ്. കാരണം അവൾ ഓൾറെഡി അവിടുന്ന് പറിച്ചു വിട്ടു, അവര് കൊടുത്തു വിട്ടു. ഒരു വിൽപ്പന ചരക്കാണ് അത്. നമ്മൾ കാലി കച്ചവടം നടത്തുമ്പോൾ നമ്മൾ തൊഴുത്തിന്ന് അഴിച്ച് വിടൂല്ലോ, പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഇത് പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല, അങ്ങോട്ട് കൊടുത്ത് തന്നെ നമ്മൾ ഇതിനെ ഇറക്കി വിടാണ്. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീടല്ല, അവളുടെ വീടാന്ന് അവരൊരിക്കലും പറയില്ല. ഞാൻ പലപ്പോഴും ഇപ്പൊ ഞാൻ എന്നെ കല്യാണം കഴിച്ച വീട്ടിൽ എനിക്ക് അത്ര അധികാരമൊന്നും, നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏത് ഞങ്ങളുടെ കാലത്ത്. ഇപ്പോഴത്തെ പെൺകുട്ടികള് പലരും നല്ലത് കൊടുക്കണ്ടങ്ങട് പറഞ്ഞാട് കൊടുക്കും. ഞങ്ങളുടെ കാലത്തൊന്നും അത്ര സംസാരിക്കാൻ പറ്റിയ ഒരു കാലം ആയിരുന്നില്ല. എൻ്റെ വീട്, എന്നെ കല്യാണം കഴിച്ച വീട് എന്നൊക്കെ പറയുന്നത് ഒരു 3-4 പെങ്ങന്മാരും ഒരു നിറഞ്ഞ വീടാണ്. അവിടെയൊക്കെ സംസാരിക്കാൻ വല്ലാണ്ട് ഞാൻ എന്നാലും വല്ലതൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നല്ല. അവിടെ എല്ലാവരും കൂടി പ്രതികരിച്ചിട്ട് പിന്നെ നമ്മളെ കൊല്ലുവര്, ആ അവസ്ഥയിലാവും. അപ്പൊ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ജോലിയുണ്ട്, പറയാനുള്ള ഒരു കരുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തോരം വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇല്ലല്ലോ അത്. എല്ലാവർക്കും ജോലിയില്ല, പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എല്ലാവർക്കും ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മളൊരു അടിമയാണ്.
ഒരു ജോലി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു കരുത്ത് വരും. കരുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെയും കൂടി പൈസ എടുത്തിട്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് എന്നുള്ള ഒരു കരുത്ത് വരുമ്പോഴാണ് നമുക്കൊരു ധൈര്യമാണ് സംസാരിക്കാനായിട്ട്. ഇത് ഒരു എല്ലാത്തിനും പൈസ ഭർത്താവിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എളുപ്പമൊന്നല്ല. അത് മനുഷ്യനല്ലേ, അവർ പറഞ്ഞു പോകും. ഇപ്പൊക്കെ കുറെ പിള്ളേരൊക്കെ മാറിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ അവരെ വഴിക്ക് പോകുന്നു. അത് മനസ്സിലായ കാരണം കൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞ വാചകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിള്ളേരൊക്കെ ഒരു ഒറ്റക്കെട്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ളൊരു സംഭവം വരില്ലല്ലോ അവിടെ. അവള് പറയാ പെൺകുട്ടികളൊന്നും ഇപ്പൊ അത്ര എളുപ്പമല്ലടി ഇപ്പൊ കിട്ടാൻ. കാരണം അവരൊക്കെ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുള്ളൂ. നന്നായി പഠിക്കുന്നുണ്ട് പിള്ളേരെ, നല്ല രസമായിട്ട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ജോലിയുണ്ട്. പിന്നെ എന്തിനിപ്പോ ഈ കഷ്ടപ്പെട്ടിട്ട് ഒരു 30 വയസ്സാവട്ടെ എന്നൊക്കെ പറയുന്ന പിള്ളേരെ എനിക്കറിയാം. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങള് അവിടെ വർക്ക് ചെയ്യുമ്പോഴും പറയും കല്യാണമൊക്കെ എന്തായി ആലോചിച്ചു തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയും ഒരു 30 വയസ്സാവട്ടെ സിസ്റ്റർ, എന്തിനാ ഈ കുഴിയിലെടുത്ത് ചാടാനായിട്ട് നമ്മൾ തിരക്ക് കാണിക്കണേ, അത്ര ദിവസമെങ്കിലും ശരിക്കും ജീവിക്കട്ടെ എന്ന് പറയും. അപ്പൊ ആ ഒരു അവസ്ഥ മാറണമെന്ന് പറയും നമ്മുടെ നാട്ടിൽ നിന്ന്. ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു ഈക്വാലിറ്റി ഒന്നും സംസാരിക്കുന്ന ആളല്ല. പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ പണിയെടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അത് ഒത്തിരി ഇഷ്ടമാവുക. നമ്മൾ ഞാൻ നന്നായി ഭക്ഷണം അത്യാവശ്യം പാകം ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും അടുപ്പവും, അത് ഭർത്താവിനും ഒക്കെ നമ്മളോടുള്ള അടുപ്പമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അല്ലാണ്ട് ഒപ്പം തന്നെ അവര് നമ്മുടെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യണമെന്നൊന്നും അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരിയൊന്നല്ല ഞാൻ. പക്ഷെ കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അത്ര നാളും അവര് പഠിക്കാൻ പോയി ജോലിക്ക് പോയി അവിടെയൊക്കെ 100 ആൾക്കാരുണ്ട്, അവരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അവരെ മുഖത്തൊന്നും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? അപ്പൊ ഇവര് നോക്കണ്ടല്ലോ, ആൺകുട്ടികളെ നോക്കണ്ടല്ലോ, അവരെ നോക്കണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഇവര് നടക്കണില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് കുറെയൊക്കെ ഒരു ഈക്വാലിറ്റി വരുത്താനായിട്ട് ശ്രമിച്ചാല് കുടുംബജീവിതം നന്നായി പോകും. അല്ലാണ്ട് ഇതൊക്കെ എന്റെയാണ്. ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര അവസ്ഥയാണെന്നേ. കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാല് സ്വന്തം വീടുമില്ല, കല്യാണം കഴിച്ച വീടും ഇവർക്കില്ല. അവരും പറയാ നീ പോയി നിന്റെ വീട്ടിൽ പോയിട്ട് വാ, അവിടെ നിൽക്ക് കുറച്ച് നാള്. നിന്റെ വീടെന്ന് പറയാനായിട്ട് അവൾക്ക് വീടില്ല അവിടുത്തെ എല്ലാം അവരും കൊടുത്ത് കെട്ടി ഇങ്ങോട്ട് വിട്ടതാണ്. ആ സമയത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല, അവരത് വേഗം വേഗം വാങ്ങി വെക്കും. അങ്ങനെയാണ് കാലം. അപ്പൊ ഞാന് ഈ വിഷയത്തെ കുറിച്ച് പറയാൻ പോയാൽ കുറേ പറയേണ്ടി വരും. അപ്പൊ അത്രയ്ക്ക് നമ്മുടെ വീഡിയോ നീണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിർത്താണ്. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.